ആ എടാ പിന്നെ ആ ഞായറാഴ്ച കുളങ്കരപ്പൂരാട്ടാ. അവ വരില്ലേ വീട്ടിലേക്ക്? ആടാ ഫുഡൊക്കെ അവിടെ നിന്ന് കഴിക്കാം നമുക്ക്. അതിനെന്നല്ലേ വിളിക്കണത്. എത്ര കൊല്ലായി ചങ്ങാതി? 4-5 കൊല്ലം മുമ്പല്ലേ ഈ വന്നത്. ഇപ്രാവശ്യം നാട്ടിലെത്തിയല്ലേ, വായോ ട്ടാ. ഞാൻ ഇനി വിളിക്കില്ല. ഈ എന്തായാലും ഞായറാഴ്ച കൊണ്ട് പോരുന്നുണ്ട് കേട്ടോ, ഉച്ചയാകുമ്പോഴേക്ക്. എന്നിട്ട് നമുക്ക് വൈകിട്ട് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് പോവാ. എടാ ഈ എടപ്പാളിക്ക് വരലുണ്ടാ? വന്നാ പറയട്ടാ. ആടോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല, അങ്ങനെ പോണ്. അവള് ജോലിക്ക് പോയിരിക്കാണ്. അതെ അതെ. എന്താ എൻ്റെ വിശേഷം? ഇവിടെ എന്താ ഉമ്മാന്റെ വിശേഷം? സുഖല്ലേ? ശരി. നമസ്കാരം. ഓക്കേടാ, എന്നാ ശരി. അപ്പൊ ഞായറാഴ്ച പോരട്ടാ. ശരി. സാർ, എന്റെ പേര് പ്രീത. ഞാൻ സുപ്രീം പ്രൈം കമ്പനിന്ന് മാർക്കറ്റിന് ഭാഗമായിട്ട് വന്നതാ. അയ്യോ ഇവിടെ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അയ്യോ സാർ, അങ്ങനെ പറയരുത്. അല്ല ഇവിടെ ഇപ്പൊ ആരുമില്ല, ഒന്നും വേണ്ട, സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ പുറത്തുനിന്ന് ഓൺലൈനൊക്കെ ആയിട്ട് വരുത്തുകയാണ്. അയ്യോ സാർ, ഓൺലൈനിലത്തെ കാര്യമൊന്നും പറയില്ല സാറേ. കുറച്ച് പ്രൊഡക്റ്റ് അധികം ഒന്നും റേറ്റ് ഉള്ളതല്ല, ചുരുങ്ങിയത് ഒരു 500-600 ആ ഒരു റേഞ്ചിലുള്ളതേ ഉള്ളൂ. എന്ത് സംഭവം സാർ? ഇത് കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, തുറക്കണ്ട. അയ്യോ കണ്ടിച്ചിട്ടൊരു കുഴപ്പമില്ല. വേണ്ട വേണ്ട, നിങ്ങൾ അതൊക്കെ തുറന്ന് പുറത്തേക്ക് വെച്ച പിന്നെ അത് ഉള്ളിലേക്ക് എടുത്തേക്കേണ്ട ബുദ്ധിമുട്ട്. അത് കുഴപ്പമില്ല സാർ. സാർ, ഇതില് നമുക്ക് ചായപ്പൊടി ഉണ്ട്, സോപ്പ് പൊടി ഉണ്ട്, ഒക്കെ ഇവിടെ ഉള്ള സാധനങ്ങളാണ്. അയ്യോ സാർ, ഇത് കമ്പനി നേരിട്ട് ഇറക്കുന്നതാണ്. നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങണ ബ്രാൻഡ് ചായപ്പൊടിയൊക്കെ ഇവിടെ വീട്ടിലകത്തിരിക്കുന്നുണ്ട്. അയ്യോ സാർ, എന്റെ ഒരു പോയിന്റിന് വേണ്ടിട്ടെങ്കിലും സാർ ഒന്നും മേടിക്കോ? അയ്യോ ഒന്നും വേണ്ടപ്പോ. മാത്രല്ല ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല, ഞാനിപ്പോ അതുകൊണ്ട് വേണ്ട. അയ്യോ എന്നാ കുറച്ച് പോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും വേണ്ട, ഒന്നും വേണ്ട സാർ. പോട്ട്സ് പ്ലീസ്, ഒന്നും വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പപ്പടം. ഒന്നും വേണ്ട. എന്റെ ഇതൊക്കെ വൈഫാണ് വാങ്ങുക, അതൊക്കെ സെലക്ട് ചെയ്തിട്ട്. അവളിപ്പോ ഇവിടെ ഇല്ല, അവള് ജോലിക്ക് പോയിരിക്കുകയാണ്. ഇനി വൈകുന്നേരം വരുള്ളൂ കേട്ടാ. അയ്യോ സാർ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, പോയിക്കോളൂ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. സാർ, എന്റെ പോയിന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. എന്റെ അച്ഛന് തീരെ വയ്യ, ക്യാൻസർ പേഷ്യന്റാ. പുള്ളിക്ക് RCCയിലാ ട്രീറ്റ്മെന്റ്. അപ്പൊ അങ്ങോട്ട് പോകാനൊക്കെ നല്ല കാശ് വേണം. സാറ് പപ്പടെങ്കിലും ഒന്ന് എടുക്കുകയാണെങ്കിൽ. സംഗതി ശരിയാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന, നാളെയോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് വാങ്ങാം. അല്ലാതെ ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ ഇത് വാങ്ങി വെച്ചാലും ഭാര്യക്ക് ചിലപ്പോ പറ്റുന്ന സാധനം ആവില്ല. അപ്പൊ അവള് ഉള്ളപ്പോ വാങ്ങുകയാണെങ്കിൽ അത് ഒരു ഉപകാരത്തിൽപ്പെടും. നിങ്ങൾ പിന്നെ വന്നോളൂ കേട്ടാ. ശരി സാർ. ശരി, ഓക്കെ. ശരി സാർ. സാറേ, കുറച്ച് വെള്ളം തരുമോ? പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങിയപ്പോഴേ നല്ല ഒരു ചിന്നിക്കല് പോലെ. കുറച്ച് വെള്ളം കൊണ്ട് ഇവിടെ ഇരിക്കൂ. നിക്കണ്ട, ഇരിക്കൂ. വെള്ളം കൊണ്ട് കേട്ടോ. സാറേ. അയ്യോ, കുടിച്ചോളൂ വെള്ളം. സാറേ, എന്തോ കുറവില്ലേ? എനിക്കൊന്ന് കിടക്കണം സാറേ. കിടക്കണോ? അയ്യോ വരൂ. അയ്യോ വീഴരുത്. പതുക്കെ നീക്കൂ. അവിടെ കിടക്ക. സിസ്റ്ററെ, പെങ്ങളെ, ഹലോ, ഇങ്ങ് നീക്കി. നിങ്ങക്ക് എന്താ പറ്റിയത്? ഒന്ന് നീക്കി. എന്റെ ഭാര്യ വരാൻ സമയായി. എത്ര നേരമായി കിടക്കണ്? ഒന്ന് നീക്കി നിങ്ങള്. നിങ്ങളൊന്ന് നീക്കി. എന്താ ഞാനൊന്നും കാട്ടിയില്ല. നിങ്ങള് തല ചുറ്റണ്, തലവേദനിക്കുന്നു പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്കല്ലേ ഞാൻ വെള്ളം കൊടുന്ന് കുടിച്ചിട്ട് നിങ്ങൾ ഇവിടെ കെടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇവിടെ കൊടുന്ന് കെടുത്തിയല്ലേ.
ഞാൻ ഈ വീടിന്റെ ഓണറാണ്. അപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ചെയ്തോ? എന്തൊരു കഥ, എന്ത് ചെയ്യാ? നിങ്ങളല്ലേ തലവേദനിക്കണ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ നീക്ക്. തലവേദനിക്കുണ്ടെന്ന് പറഞ്ഞ് വെള്ളം തന്നില്ലേ? ആ വെള്ളം തന്നിട്ട് ആ വെള്ളത്തിൽ ഞാൻ എന്താ കളിക്കത്? നിങ്ങൾ എന്താ വെള്ളത്തിൽ കളിക്കത്? അത് വെറും തണുത്ത വെള്ളമായിരുന്നു, പച്ചവെള്ളമായിരുന്നു അത്. അല്ല, അതിലെന്തോ കളിക്കുന്നുണ്ട്. അതോടെ എന്റെ ബോധം പോയത്. എന്തോ കാട്ടിട്ടുണ്ട്. ഞാൻ എവിടേക്ക് പോയോ? എന്തോ കാട്ടിയില്ലേ? ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. ഞങ്ങളൊന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടില്ല. എനിക്ക് മാനക്കേട് ഉണ്ടാക്കല്ലേ. എന്റെ ഭാര്യ വരാൻ സമയമായി. അവളിപ്പോ ജോലി കഴിഞ്ഞു വരും. അപ്പൊ നിങ്ങളുടെ ആരുമില്ലേ? ഇല്ല, ഞാൻ നിങ്ങക്ക് കാവലിരിക്കായിരുന്നു ഇത്ര നേരം ഇവിടെ. ഞാൻ എന്ത് ചെയ്തെന്നാ പെങ്ങളെ പറയണത്? എന്തൊരു നിങ്ങൾ പോയാ നീറ്റ പോയേ പറ്റുള്ളൂ. അല്ല, ഇതൊരു വീടാണ്, എന്റെ വീടാണിത്. അല്ല, ഇതൊരു ഹോട്ടലാണെങ്കിൽ ഇതൊരു ഹോട്ടലല്ല. എന്താ തമ്പുരാനെ ഈ പറയണത്? അയ്യോ, ഞാൻ ആരോട് എന്താ പടച്ചോനത്? ഇന്നത്തെ കാലത്ത് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ലേ? പോലീസിനെ വിളിക്ക്. എന്റെ പൊന്ന് പെങ്ങളെ ഒന്ന് നിർത്ത്. ഞാൻ പറയണ കേക്കൊന്ന് ശബ്ദം കുറക്കി നിർത്ത്. അത് കേക്കണ്ട. എന്റെ ഭാര്യ ഇപ്പൊ വരും. അവൾക്ക് നല്ലൊരു ജോലി ഉള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ ജീവിച്ചു പോണത്. ഇപ്പൊ ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കല്ലേ. ഞാൻ നിങ്ങളതിനെ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് പോയിത്താ പ്ലീസ്. അങ്ങനെ അത്ര പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. ഒന്ന് ദയവ് ചെയ്തിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. ഒന്ന് പോ പ്ലീസ്. 50,000 രൂപ വേഗം പോയി എടുത്തിട്ട്. 50,000 ഉറുപ്പിയെ എന്തിന്? ഉപദ്രവിച്ചേന്. ഞാനതിന് സിസ്റ്ററെ നിങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാശ് കിട്ടാത്ത ഞാൻ ഇവിടെ തന്നെ ഇറങ്ങൂല. എന്റെ അടുത്ത് ഇപ്പൊ ഒരു പൈസ ഇല്ല. ദയവ് ചെയ്തിട്ട് ഉപദ്രവിക്കല്ലേ. നിങ്ങൾ ഒന്ന് പോയി തരാം. ഞാൻ പോയി കാശ് എടുത്തിട്ട് വരാം. എന്റെ ഭാര്യക്ക് നല്ല പണിയാണ് നിനക്കറിയാം. വേഗം കൊടുത്തു. അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? ഞാൻ പറഞ്ഞിട്ടുള്ള അറിവല്ലേ? ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ ഞങ്ങളുടെ കയറി വന്നത്. കാശ് എടുത്തിട്ട് വേടോ. ദയവ് ചെയ്തിട്ട് ഒന്ന് പോ പ്ലീസ്. ഞാൻ കാല് പിടിക്കാം. എന്റെ ഭാര്യ വന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ജീവിതം തകരും. നിന്റെ ജീവനം തകരണം. നീ ഒരുപാട് കൈപ്പിലേക്ക് മേടിച്ചിട്ട് നിന്റെ ഭാര്യ ഉണ്ടാക്കിയിട്ടില്ല പൈസ. അതെല്ലാം തകർന്ന് തെറ്റിപ്പോണം. പോയി കാശ് എടുത്തിട്ട് വാ. വെഞ്ചല്ലേ ഞാൻ എന്ത് തന്നാലും നിങ്ങൾ പോവാ ഇവിടുന്ന്? 50,000 രൂപ. എന്തേലും കുറയോ? 1 രൂപ കുറയില്ല. വേഗം എടുത്തിട്ട് വാ. അന്നെ പോലത്തെ കൊറേ എണ്ണത്തിനെ ഞാനും കണ്ടിട്ടുണ്ട്. ഈ എന്താ കരുതി ഞാൻ വെറും ഊളേന്നാ? ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെന്നുള്ള സത്യ. അങ്ങോട്ട് എന്താ കണ്ട? അതിന്റെ അനിയന്റെ യൂണിഫോമാ. അവിടുത്തെ സ്ഥലം CI ആണ്. അതറിയോ നമുക്ക്? ഞാൻ പോനെ വിളിക്കണ മോരോക്ക് ചിലക്കാതെ പോയി ഞാൻ തല്ലാതെ വിടുന്ന ഒരു പെണ്ണായതുകൊണ്ടാണ്. ഇറങ്ങടി. അമ്പടാ ഈ ജാതി കുറെ ടീം ഹണി ട്രാപ്പും അതും ഇതും ഈ എറണാകുളത്ത് ജീവിക്കണ എന്നോടാ. അമ്പടാ